നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. ചവറയുടെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രകടനം നടത്തിയത്. മധുര വിതരണവും നടന്നു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ചാണ് ചവറയുടെ വിവിധ പ്രദേശങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങളും മധുര വിതരണവും നടത്തിയത്. കോൺഗ്രസ് പന്മന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ട മുതൽ കുറ്റിവട്ടം ജംഗ്ഷൻ വരെ ആഹ്ലാദ പ്രകടനം നടത്തി. ഇടപ്പള്ളിക്കോട്ടയിൽ പായസ വിതരണവും നടന്നു. UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് R. ജയകുമാർ, സന്തോഷ് തുപ്പാശ്ശേരി, കോഞ്ചേരി ശംസുദ്ദീൻ, അഡ്വക്കേറ്റ് T. യൂസഫ് കുഞ്ഞ്, പൊന്മന നിശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 5 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണിയെ നയിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തതിലുള്ള ആഹ്ലാദ പ്രകടനമാണ് പന്മന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അതിദയനീയമായി പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ശ്രീ വി.ഡി. സതീശനെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമ്പോൾ ബഹുമാന്യായ UPA നേതാവ് ശ്രീമതി സോണിയാഗാന്ധി വി.ഡി. സതീശനോട് പറഞ്ഞത് റിസൾട്ട് ഉണ്ടാക്കി തരണം എന്നുള്ളതായിരുന്നു. റിസൾട്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു സോണിയാഗാന്ധി അന്ന് ശ്രീ വി.ഡി. സതീശനോട് പറഞ്ഞതെങ്കിൽ പൂർണ്ണമായും കേരളത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. 1957 ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് 1960 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് 63 MLA-മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഇത്രയേറെ MLA-മാരെ സൃഷ്ടിക്കാൻ ഒരു നേതാവിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. UDF ചവറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ശ്രീകുമാർ പന്തവിള, D. സുനിൽകുമാർ, കിഷോർ അമ്പിലക്കര, PR ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് വടക്കന്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിവട്ടത്തും ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.